ഒരുപാട് സന്ദർഭം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ആദ്യമായി പരിചയപ്പെട്ടത് മുനിസിപ്പാലിറ്റിയിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ 5 മണിക്കൂറോളം കാത്തിരിക്കുകയാണ് ആ ഉദ്യോഗസ്ഥനെ കാണാൻ, സാലിം മൈസർ. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ എന്നെ വേഗം ഉള്ളിൽ കയറ്റിയിരുത്തി. അപ്പോൾ ഉസ്താദ് പുറത്തിരിക്കുക. ഞാൻ പുറത്തു വന്ന് വീണ്ടും അപ്പോൾ എന്നെ ഉസ്താദിൻ്റെ കൂടെയുള്ള ഒരാൾ പരിചയപ്പെടുത്തി. ഞാൻ വീണ്ടും ഉള്ളിൽ ചെന്നിട്ട് പറഞ്ഞു, ഇത് സമുദായത്തിനും സമൂഹത്തിനും രാവും പകലും പരിശ്രമിച്ച് ഗുണം ചെയ്യുന്ന ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തെ ഉടനെ ഉള്ളിലേക്ക് വിളിപ്പിക്കണം. അന്നാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. എൻ്റെ ഓരോ ഉയർച്ചയും പടവുകളും അദ്ദേഹം കാണുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓരോ പുതിയ പുതിയ സംരംഭങ്ങൾ കാണുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആരോഗ്യവും ആയുസ്സും ഈ സമുദായത്തെയും സമൂഹത്തെയും സേവിക്കാനുള്ള ശക്തിയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ, ഒരുപക്ഷെ നിങ്ങൾക്ക് കയ്യടി ഒരുപക്ഷെ പാടില്ലെങ്കിലും ഇവിടുത്തെ ഭരണകർത്താക്കളുടെ ഇവിടുത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഭരണകർത്താക്കളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ കൈയടിക്കണം. അത് മനസ്സിലായിട്ടില്ല എന്നുകൊണ്ടാണ് ഞാൻ ഷെയ്ഖ് വന്നപ്പോൾ ഒരുമിച്ച് വന്ന് നിങ്ങൾക്ക് കൈയടിച്ച് കാണിച്ചു തന്നത്. കാരണം അത് ഈ രാജ്യത്തിൻ്റെ പ്രോട്ടോക്കോളാണ്, നമ്മളുടെ പ്രോട്ടോക്കോളല്ല. ആയതുകൊണ്ട് ഞാൻ ഭരണകർത്താക്കളുടെ പേര് പറയുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് കൈയടിക്കണം. ഇവിടെ അത് ശ്രദ്ധിക്കാനും എഴുതാനൊക്കെ ആളുകളുണ്ടാവും. ബഹുമാനപ്പെട്ട ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ അവർകൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അവർകൾ, അതുപോലെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അവർകൾ, അവരുടെ ദീർഘമായ വീക്ഷണമാണ് ഈ രാജ്യത്തിൻ്റെ ഉയർച്ച. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ദീർഘമായ കാഴ്ചപ്പാടാണ് ഈ രാജ്യത്തിൻ്റെ ഉയർച്ച. ഈ രാജ്യത്ത് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് വരുവാനും കച്ചവടം ചെയ്യുവാനും അല്ലെങ്കിൽ ജോലി ചെയ്യുവാനും നമ്മൾക്ക് കിട്ടുന്ന കാശ് ഒരു ബുദ്ധിമുട്ട് കൂടാതെ ഈ രാജ്യത്ത് നിന്ന് അയക്കുവാനും സാഹചര്യം ചെയ്തു തരുന്ന ബഹുമാനപ്പെട്ട UAE പ്രസിഡന്റ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ അവർക്ക് മറ്റു ഭരണകർത്താക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവും ആയുസ്സും ഇസ്സത്തും ഈ രാജ്യത്തിന് സമ്പത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് നമ്മൾക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ രാജ്യമില്ലെങ്കിൽ, ഈ ഗൾഫ് രാജ്യങ്ങളില്ലെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്നാൽ കേരളത്തിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല. ഭാവി തലമുറയുടെ സ്ഥിതി എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ വളരെ അന്ധകാരമാണ്. കാരണം 20 കൊല്ലം ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തി, ബാച്ചിലറായി ജീവിക്കുന്ന ഒരു വ്യക്തി തൻ്റെ സ്വന്തം ഭാര്യയുമായി കുടുംബവുമായി ജീവിക്കുന്നത് ഒരു പക്ഷേ 2 കൊല്ലം 2.5 കൊല്ലാണ്. കാരണം ഇവിടെ കുടുംബം കൊണ്ടുവന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് സഹോദരന്മാർ. എൻ്റെ അനുഭവമാണ്. 30,000 ആളുകളുള്ള ഒരു സ്ഥാപനത്തിൻ്റെ സാരഥി എന്നുള്ള നിലയിൽ ഞാൻ ദിവസേന ആ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 കൊല്ലം 2.5 കൊല്ലാണ് 20 കൊല്ലം ജീവിച്ചാൽ സാധിക്കുന്നത്. കാരണം സ്വന്തം മാതാപിതാക്കൾക്ക് മരുന്ന് മേടിക്കാൻ കാശിന് വേണ്ടി, സ്വന്തം നിത്യവൃത്തി പുലർത്താൻ വേണ്ടി, അതല്ലെങ്കിൽ സ്വന്തം ഭാര്യയെയും മക്കളെയും വളർത്താൻ വേണ്ടി, സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസം ആരുടെയും കടം മേടിക്കാതെ നിർവഹിക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും. അതിനുള്ള സാഹചര്യം നാട്ടിലുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് പോരേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ അടുത്ത തലമുറയ്ക്ക് കൂടി ഈ അവസ്ഥ ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി? കേരളത്തിൽ 60% ആളുകൾ 60 വയസ്സിന് ശേഷമുള്ളവർ ഇന്ന് വിഷാദ രോഗികളാണ്. നിങ്ങൾക്കറിയുമോ? വിഷാദ രോഗികൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവർക്ക് മക്കളെ കാണാതെ, മക്കളുടെ മക്കളെ കാണാതെ ദുഃഖിക്കുന്നവരാണ്. ഇവിടെ വന്നാൽ ഇവിടെ മാനസികത 3 ദിവസം മുമ്പ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മസിയാദ് മോൾ മുസഫയിൽ ജോലി ചെയ്യുന്ന ഷിജു എന്ന് പറയുന്ന ഒരു കുട്ടി ഹാർട്ട് അറ്റാക്കായി. 3 കൊല്ലമായി എൻ്റെ കൂടെ. എന്താണെന്ന് വെച്ചാൽ 4 പെങ്ങന്മാർ, വാടക വീട്, പെങ്ങന്മാരെ കെട്ടിക്കാൻ, അവൻ്റെ ജീവിതം എന്തായിരിക്കുന്നതിനെപ്പറ്റി ദുഃഖിച്ച് വിഷമിച്ച് കൊണ്ടാണ് ഈ ഹാർട്ട് പൊട്ടിമരിക്കുകയാണ്. ആ സ്ഥിതിയാണ് ഇവിടെ
ഹാർട്ട് അറ്റാക്കും മരണസംഖ്യയും നോക്കുമ്പോൾ കൂടുതലും ഇന്ത്യക്കാരും അതിൽ മലയാളികളുമാണ്. അത്രയും പിരിമുറുക്കത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഞാനും അതിൽ നിന്ന് വ്യത്യസ്തനല്ല. നിങ്ങൾക്ക് വേറൊരു സ്ഥിതിയാണെങ്കിൽ എനിക്ക് വേറൊരു സ്ഥിതിയാണ്. എനിക്ക് കച്ചവടത്തിൻ്റെയും കാര്യത്തിൻ്റെയും ശമ്പളം കൊടുക്കേണ്ടതിൻ്റെയും വാടക കൊടുക്കേണ്ടതിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു സ്ഥിതി, ആ പിരിമുറുക്കം. നിങ്ങൾക്കാണെങ്കിൽ ഈ പിരിമുറുക്കം. അപ്പോൾ നമ്മൾക്ക് ഏതാണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ സ്ഥിതി മാറ്റേണ്ടത് നമുക്ക് വിദ്യാഭ്യാസപരമായി ഉയരണം. എന്നും പിന്നോക്കം പറഞ്ഞ് നടക്കാൻ സാധ്യമല്ല. വിദ്യാഭ്യാസപരമായി നമ്മൾ ഉയരണം, നമ്മൾക്ക് ജോലി കിട്ടണം, നമ്മുടെ രാജ്യത്ത് ഇൻഡസ്ട്രികൾ വരണം, നമ്മുടെ രാജ്യം ഇലക്ട്രിസിറ്റി വേണം, നമ്മുടെ രാജ്യത്ത് റോഡുകൾ വേണം. എന്നാൽ മാത്രമേ നമ്മുടെ സംസ്ഥാനം വിജയിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ സ്ഥിതിയിൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇബ്രാഹിം സാഹിബിനെ പോലെ പ്രാക്ടിക്കലായ ആൾക്കാർ വീണ്ടും മന്ത്രിമാരെയൊക്കെ വന്നാൽ ഒരു പക്ഷെ ശരിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയതുകൊണ്ട് ആ പിരിമുറുക്കത്തിൽ നിന്നെല്ലാം അള്ളാഹു നമ്മുടെ മനസ്സിനെ രക്ഷിക്കട്ടെ. ആമീൻ. നമ്മളുടെ എല്ലാ ദുഃഖങ്ങളെയും അള്ളാഹു അകറ്റിത്തരട്ടെ. ആമീൻ. ഈ രാജ്യത്തിന് ഇനിയും പുരോഗതിയും ഈ അഭിവൃദ്ധിയും ഈ രാജ്യത്തിന് ഇനിയും ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് ആളുകൾക്ക് ഈ രാജ്യത്ത് വന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് തൻ്റെ കുടുംബവും ജീവിതവും നിവർത്തിക്കാൻ അല്ലാഹു അതിനുള്ള സാഹചര്യം പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അവറുകളെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഷെയ്ഖ് സായിദിനെ പറ്റിയുള്ള ബുക്ക് ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. ഞാൻ ഷെയ്ഖ് നഹിയാൻ അവറുകൾ അവിടെ ഉണ്ടായിരുന്ന മജ്ലിസ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു, അദ്ദേഹമാണ് റിലീസ് ചെയ്യുന്നത്, ഷെയ്ഖ് അബൂബക്കറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് ഖൈർ, നിങ്ങൾക്കത് ഖൈറാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ ഖൈർ എന്ന് പറഞ്ഞ ആ വാചകം ഞാൻ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. അദ്ദേഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ, ആയുസ്സിനെ നീട്ടിത്തരട്ടെ. ആമീൻ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും ഔദാര്യത്തിനും ദുആക്കും പ്രാർത്ഥനയ്ക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയ എൻ്റെ മാതാപിതാക്കളടക്കം നമ്മളുടെ കൂട്ടുകുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ ആഖിറം അള്ളാഹു വെളിച്ചമായി കൊടുക്കുകയും അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ വിട്ടുകൊടുത്ത് മാഫാക്കി അവർക്ക് വിചാരണ കൂടാതെ സ്വർഗം കൊടുക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഫായത്തിൽ അവരെയും നമ്മളെയും മരണപ്പെട്ടു പോയവരെയും ഒരുമിച്ച് ചേർത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.